ആദ്യമായി ഞാൻ അവളെ കാണുമ്പോൾ അവൾ അച്ചപ്പം കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ തന്നെ എന്തൊരു ആകർഷണതയായിരുന്നു. അത് ആദ്യം കണ്ടപ്പോഴല്ലേ, പിന്നെ അഭിപ്രായം മാറിയില്ലേ? മാറി, സർവ്വസാധാരണ. പക്ഷെ ഇതങ്ങനെ ഒരു സാധാരണ മാറ്റമല്ല. പിന്നെ മമ്മി ഇതാണ് ജീവൻ. പ്രഭ പറയാറുണ്ട്. മോൻ എവിടെയാ ജോലി? ഞാൻ IT കമ്പനിയിലമ്മ. മമ്മി ജീവൻ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരല്ല, ചെന്നൈയിലായിരുന്നു. ബാംഗ്ലൂരിലാന്നല്ലേ പറഞ്ഞേ? അല്ല, ഞാൻ ചെന്നൈയിലായിരുന്നു. ജീവൻ ബാംഗ്ലൂരിലായിരുന്നു മമ്മി. ഞാൻ ചെന്നൈയിലായിരുന്നു അമ്മ. പ്രഭയ്ക്ക് മാറിപ്പോയതാ. എനിക്കോ? മോളെ ജീവന് മാറിപ്പോയതായിരിക്കും. മോനിങ്ങ് പോരെ? അവളുടെ മാറ്റം ഞാൻ അവിടുന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തോ ഒരു പന്തികേട് പോലെ. പ്രഭ പണ്ട് മുതൽ ഇതുപോലെ കോൺഫിഡൻ്റ് ആൻഡ് സ്ട്രോങ് ഗേളായിരുന്നോ? ഐ വാസ് ഓൾവേസ് ദിസ് കോൺഫിഡൻറ്റ്. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ കൂടിയപ്പോൾ അമ്മ എന്നെ ഒരു സൈക്യാട്രിസ്റ്റിന് എടുത്ത് കൊണ്ടുപോയായിരുന്നു. ആ ഡോക്ടർ അമ്മയോട് പറയാം എനിക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്തോ ആണെന്ന്. ഞാൻ പോയിട്ടേരാ അമ്മ. മോനെ, ഒരമ്മ എങ്ങനെ പറയാമോന്ന് അറിയില്ല. എങ്ങോട്ടാന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെട്ടോ. ജീവൻ വേഗം വാ. പ്രഭേ, നീ ഒരു സൗന്ദര്യ സമ്പത്ത് തന്നെ. എല്ലാം ജീവന്റെ ഭാഗ്യം. കേട്ടിടത്തോളം ഈ പെണ്ണിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഉണ്ട്. എടാ, ഒരു പെൺ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ. ഞാൻ വന്നല്ലോ. എവിടെ? പൊരക്ക് തീ പിടിച്ചതിന് ശേഷമോ? പൊന്നു പപ്പ, ഇതിപ്പോൾ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇതൊക്കെ മതി. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീ ഞാൻ പറയുന്നില്ലയോ? ചെയ്യാം. എടാ, ഇത്രക്കാരെ നമ്മൾ ഒഴിവാക്കുകയെന്ന് അവർക്ക് ഫീൽ ചെയ്താൽ അത് അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർ പിടിമുറുക്കും. അപ്പോൾ നേരെ തിരിച്ചായിരിക്കണം കാര്യം. അച്ചപ്പന്റെ ഫേവറേറ്റ് സ്നാക്കാ. ആൻഡ് ലുക്ക് ഹിയർ, പ്രഭ അച്ചപ്പംസ്. ഈ ബ്രാൻഡിന്റെ അച്ചപ്പം മാത്രമേ ഞാൻ കഴിക്കൂ. പ്രഭയുടെ ലിപ്സ്റ്റിക്കിന് ഷെയ്ഡ് പുതിയതാ? യാ, ഇറ്റ്സ് ന്യൂ. പ്രഭ ഒരു സൗന്ദര്യ സമ്പത്ത് തന്നെ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു പ്രഭേ, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. പ്രഭയോ? റിലേഷൻഷിപ്പിലായിട്ട് ഒരു 1.5 മാസം കഴിയുമ്പോഴല്ലേ നമ്മുടെ കുറവുകളെ പറ്റി നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എന്താണെങ്കിൽ എനിക്ക് കുറേ കുറവുകളുണ്ട്. റിലേഷൻഷിപ്പിലായിട്ട് 1.5 മാസമായിട്ടുള്ളൂ. ഇപ്പം ബ്രേക്കപ്പ് ചെയ്താൽ കറക്റ്റാ. എടാ, അവള് കണ്ണൂരിട്ടും നീ അത് വീഴല്ലേ. ഇപ്പം നീ വീണാ പിന്നെ ഒരിക്കലും എണ്ണിക്കാൻ പറ്റത്തില്ല. പ്രഭയെ ഞാൻ തീരുമാനിച്ചു. എൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കായിരുന്നത് പ്രഭയുടെ നല്ല മനസ്സുകാരനായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരുമല്ല. എന്റെ മൊബൈൽ പൗച്ചിന്റെ ഓർഡർ തിരിച്ചു പോയി. ഡെലിവറിക്കാരനെ വിളിക്കട്ടെ. കഴുതത്തലയാ എന്റെ ഓർഡർ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കണം. എനിക്ക് വരുമ്പോ എന്റെ ഓർഡർ കിട്ടിയില്ലെങ്കിലോ? ജീവൻ അറിയോ, ആ മൊബൈൽ പൗച്ചിൽ ഒരു കൊമ്പുള്ള പട്ടിക്കുട്ടിയുണ്ട്. അത് രാത്രിയിൽ തിളങ്ങും കൊമ്പ്. യു ആർ ടെല്ലിങ് സംതിങ്. ഞാൻ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ജീവന്റെ കുറവുകൾ മനസ്സിലായില്ലേ? അത് മതിയടാ. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇത്രയ്ക്ക് ഇഷ്ടം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് എന്നെ പോലത്തെ വേറൊരു നല്ല പെൺകുട്ടിയെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തിങ്ക് സ്മാർട്ട്. ആൻഡ് യു നോ, I'll always be with you. Really? Truly. മോഞ്ചി, നീ പോയപ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ വേറൊരു പ്ലാൻ ഉണ്ട്. ഇനി പപ്പയുടെ സോഫ്റ്റ് പ്ലാൻസ് ഒന്നും വേണ്ട. ഇനി എൻ്റെ ഉഴവ ദേ കാണ്. ഗബ്രിയേൽ ഫ്രം കളയിക്കവളൈ. എത്ര നേരം ലെവലിൽ നിൽക്കണോ? നീ എന്നെ കാട്ടതേ. എന്തോ ഭാഷ ഇത്? ഓ സോറി ഗബ്രിയേൽ, സോറി റിയലി സോറി. പ്ലീസ് കം. ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വെയിറ്റ് ഇട്ടതാ. പപ്പ, ദിസ് ഗബ്രിയേൽ, ദിസ് പപ്പ. ഞാൻ എന്നെ ചെയ്യണോ? നീ ചെല്ല്. ഒരു പെണ്ണെ കാണിച്ചു തരാം. അവിടെ കൈയും കാലും തല്ലി ഓടിക്കണം. മഹാഭാവി പെണ്ണ ഫോട്ടോ വല്ലോണ്ടേ കാട്ട്. ഷുവർ. ഞാനിതിന് കൂട്ടി നിൽക്കത്തില്ല. പപ്പയുടെ ബുദ്ധി കൊണ്ടുള്ള ഐഡിയ ഒന്നും വർക്കായില്ലല്ലോ. ഞാനേ കാര്യങ്ങൾ കായികമായി നിലനിർത്തേ. അതിൻ്റെ പെണ്ണക്ക് വീടെങ്കല്ലേ
ഇവിടെ അടുത്താ, ഞാൻ കാണിച്ചുതരാം. என்ன பிரச்சனை வല്ല பார்ட்டி பிரச்சனையா ഇല്ല, ലവ് പ്രശ്നം. லவ்வா മൈ ഗേൾ ഫ്രണ്ട്. சூப்பர்ல நீதாம்பலே யதார்த்த லவ் போட்டோ காட்டு கடவுளே இந்த பெண்ணா ഗബ്രിയേലിനെ അറിയാം ഈ പെണ്ണിനെ? അറിയും എനിക്കറിയും എങ്ങനെ അറിയും? എനിക്കറിയാമ്പലേ இந்த பெண்ணுக்கு இதுக்கு முன்னாடி 5 பாய் ஃப்ரெண்ட்ஸ் உண்டு அந்த 5 கொட்டேஷனும் எனக்கு தான் கிட்டுச்சே ആ 5 പേര് ഇപ്പൊ എവിടെ? അതിൽ 4 പേര് ചത്തു പോച്ചേ ഒരുത്ത മിസ്സിങ് നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. എങ്ങനെയാ ചത്ത്? ഒരുത്തനെ കുത്തിക്കുന്നു ഒരുത്തനെ വെട്ടിക്കുന്നു ഒരുത്തനെ വെടിവെച്ചു നീ മിമിക്രി കാണിക്കാതെ കാര്യം പറ. അതപ്പടി എനിക്കറിയും അവ സത്തേ ஏய் தம்பி இங்க பாருங்களே நான் வந்து இந்த பெண்ணுங்க കാര്യത്തില് ഇടപെടവേ മാട്ടേ പ്രത്യേകിച്ച് இந்த പെണ്ണുങ്ക കാര്യത്തില് ഞാൻ ഇടപെടവേ മാട്ടേ എടാ ഗബ്രിയേലേ, എന്റെ ചെറുക്കനെ എങ്ങനെയല്ലേ ഒന്ന് രക്ഷപ്പെടുത്തടാ. ഒരപ്പനക്ക് വഴി എനിക്കറിയാം ஏய் தம்பி குடி ப்ரே பண்ணிக்கோ പ്രേ நான் வந்து பார்த்தேன் பாஸ்டர் അയ്യോ, இந்த கப்ரியலை கொண்டு முடிச்ச பറ്റാത്ത பிரச்சனை அந்த கடவுளுக்கு தான் முடிச்ச பറ്റുம் ஹalleluya he is coming for the second time நம்மள ஒண்ணுல தம்பி இங்க பாரு இந்த பெண்ணு வந்து ஒரு பேய் பிடிச்ச பிசாசு ஓடிடு ഓടി തള്ളണേ അങ്ങനെ പിശാചിന്റെ കൈയും കാലും തല്ലി പിടിക്കാൻ വന്ന ഗബ്രിയേൽ എന്റെ മരണമണിയും മുഴക്കി ഒരു മാലാഖയായി തിരിച്ചുപോയി. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. Meanwhile, പിശാച് ഓ ഈ സൗന്ദര്യം എല്ലാം ജീവന്റെ ഭാഗ്യം. இந்த பெண்ணு வந்து ஒரு பேய் பிடிச்ச பிசாசு ஓடிடு ഓടി തള്ളണേ ഗബ്രിയേൽ പറഞ്ഞ പോലെ എനിക്ക് ഓടാൻ പറ്റിയില്ല, ഞാൻ ലോക്കായി. അപ്പോഴേക്കും ഞങ്ങളുടെ ഹണിമൂൺ ഫേസും കഴിഞ്ഞു. നീ എവിടെയായിരുന്നു ജീവൻ? ഉറങ്ങിപ്പോയതാ, നല്ല ക്ഷീണമായിരുന്നു. അങ്ങനെ ഇപ്പൊ നീ ഉറങ്ങണ്ട. ഇത് എന്ത് ഡ്രസ്സാ ഇത് ജീവൻ? ആരെങ്കിലും കാണാൻ വരുമ്പോഴെങ്കിലും വൃത്തിയായിട്ട് വന്നൂടെ? 2 മണിയായി, നാളെ ഓഫീസിൽ പോകണമായിരുന്നു. ഉറങ്ങിക്കോട്ടെ. ഹായ്, ദിസ് ഇസ് ജീവൻ. ജീവൻ ബാംഗ്ലൂരിലായിരുന്നു. ആണോ? ബാംഗ്ലൂരിൽ എവിടെ? ആ, എടാ എന്റെ ഇഷ്ടപ്പെട്ട പാട്ട് പാടിത്താ. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാ. ഇതിങ്ങനെ വിട്ട പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചു. എനിക്ക് പറ്റത്തില്ല പ്രഭ, എനിക്ക് സൗകര്യമില്ല. എടാ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടാന്നറിയോ? എന്തിനാടാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? സോറി വരാം. സോറി. എല്ലാം തീർന്നു എന്നാ വിചാരിച്ച്. അപ്പോഴാണ് ആ ദൈവദൂതുമായി ഗബ്രിയേൽ വീണ്ടും വരുന്നത്. ലേ തമ്പി ആ വരവാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഗബ്രിയേലെ എങ്ങോട്ടാ? വാ ചെല്ലട്ട് ഇതിപ്പോ കുറേ നേരമല്ലോ, അങ്ങോട്ട് ചെല്ലി. நான் உன்னோட இதுக்கு முன்னாடி சென்னை இல்லையா அந்த 5 பாயில ஒருத்தர் மிஸ்ஸிங்னு அந்த பாயில நான் பார்த்தேன். எப்போ? தமிழ்நாட்டுல மார்த்தாண்ட பக்கம். എന്നിട്ട് நான் உன்னோட சென்னை நீ விശ്വസിച്ചാട്ടെ நான் அவனை കുറേ കഷ്ടപ്പെട്ടതാ ഇങ്ങ കൊണ്ടുവന്നു. എന്നാ പാറ് ബ്രോ, ഞാൻ ഈ നാട് വിട്ടുപോയ ആദ്യമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നേ. ഈ ഗബ്രിയേൽ നിർബന്ധിച്ചുകൊണ്ട് മാത്രം വന്നേ. പിന്നെ ഒരു ജീവന്റെ കാര്യമല്ലേ. ஏ தம்பி உனக்கு இது கடவுள் கொடுத்த லாஸ்ட் சான்ஸ். உனக்கு உயிர் வேணும்னா இந்த இன்ஸ்டாகிராமு ഫേസ്ബുക്ക് വാട്സാപ്പ് ഫോണ് ഇതെല്ലാം തൂക്കി എറിഞ്ഞുകൊണ്ട് ഓടിട് ഓടി തള്ളലേ. പ്രായമായ അച്ഛൻ, നല്ലൊരു ജോലി, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങോട്ട് ഓടാൻ? കൺഫ്യൂസ്ഡായി. നൈസായിട്ട് അവളോട് എന്നെ ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പേ ഞാൻ തമാശയായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ ഈയിടെയായിട്ട് എന്തോരം വഴക്കുണ്ടാക്കുന്നത്? അങ്ങനെ തമാശയാണ്. അങ്ങനെ വഴക്കുണ്ടാക്കി ഞാൻ ഒരു ദിവസം പ്രഭേനെ കിട്ടിയിട്ട് പോവാ. എന്തായിരിക്കും പ്രഭയുടെ റിയാക്ഷൻ? എടാ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെയല്ലേ. പക്ഷെ എന്നിട്ടും നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ
ഞാൻ നിന്നെ എന്തോരം ഉപദ്രവിക്കുന്നേ അല്ലേ? അപ്പൊ നീ എന്റെ ശത്രു ആയാലോ? വെറുതെ വിടുവോ നിന്നെ? ഞാൻ കൊല്ലും നിന്നെ ഞാൻ. കൺഫ്യൂഷൻ മാറി, തീരുമാനമായി. ഗബ്രിയേൽ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഫോൺ ഇതെല്ലാം തൂക്കി എറിഞ്ഞിട്ട് അപ്പനെയും കൂടി ആ നാട് വിട്ടു. ഞങ്ങളെല്ലാത്തിനും സഹായിച്ചത് ഈ ഗബ്രിയേല. എന്തിനാ ഈ മനുഷ്യൻ ഞങ്ങളെ സഹായിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇനി ശരിക്കും ഈ ഗബ്രിയേൽ മാലാഖയാണോ? വേറൊരു ഐഡന്റിറ്റിയിൽ ഇനി ഞാൻ ആർഡേക്കോപ്പാണ് ജീവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. പ്രഭയുടെ കാണാതായ കാമുകനും ലോകം മരിച്ചു എന്ന് വിശ്വസിച്ച ആ ബാക്കി 4 കാമുകന്മാരും അവരിവിടെ സന്തുഷ്ടരാണ്. ഇവിടെ ചെറിയ കുടിൽ വ്യവസായമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്താ ഇവരുടെയൊക്കെ മുഖത്തെ സന്തോഷം! ഹായ്, ഒരു കുടുംബം പോലെ സന്തോഷമായിട്ട് അവരിവിടെ ജീവിക്കുന്നു. പിണക്കങ്ങളില്ല, പരിഭവങ്ങളില്ല, ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം മാത്രം. അവരുടെ സന്തോഷത്തിൽ അവരെന്നെയും കൂടെ കൂട്ടി. ഈ കളിച്ചിരിയിലും അവരുടെ ജോലി അവർ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നു. ഇനി ഞാനും പപ്പയും അവരിലൊരാൾ. പപ്പയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. പ്രഭയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമോ? അവളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും? ക്ഷമിക്കൂ പ്രഭേ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇവിടെ ഞാൻ ഉൾപ്പെടെ പ്രഭയുടെ മറ്റ് കാമുകന്മാരെല്ലാവരും പ്രഭേനെ എന്നും ഒരുപാട് സ്നേഹിക്കും. അച്ചപ്പന്റെ ഫേവറേറ്റ് സ്നാക്കാ. ആൻഡ് ലുക്ക് ഹിയർ, പ്രഭ അച്ചപ്പംസ്. ഈ ബ്രാൻഡിന്റെ അച്ചപ്പം മാത്രമേ ഞാൻ കഴിക്കൂ. ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ഈ 2ാം ജന്മം സമാധാനമായി ജീവിക്കാൻ തീരുമാനിച്ചു. ഈശ്വര ഭഗവാനെ, പ്രഭയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ. സ്നേഹപൂർവ്വം, പ്രഭയ്ക്കായി.